ഹലോ. മോനുട്ടാ, നീ ഇതുവരെ എണീറ്റില്ലേ? അയ്യോ ഇല്ലമ്മ, ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാ കിടന്നെ. നിനക്ക് ഇന്ന് ഓഫീസിൽ പോണ്ടല്ലേ? എണീറ്റെല്ലാം റെഡി ആവാൻ നോക്ക്. ഇനിയിപ്പോ ഉണ്ടാക്കി കഴിച്ചൊക്കെ എപ്പോ പോവാനാ? ഡെയിലി എൻ്റെ അമ്മയല്ല എന്നെ വിളിച്ചുണർത്തുന്നത്. അപ്പൊ എനിക്കറിയാം ഞാൻ ലേറ്റ് ആയിട്ടൊന്നും ഇല്ലാന്ന്. അമ്മമാരുടെ സൈക്കോളജി എന്റെ പൊന്നുവൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. ശരിയാ, ലേറ്റ് ആയിട്ടൊന്നുമില്ല. എന്ത് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിളിച്ചേക്കുന്നത്. ലവ് യു അമ്മ. ഞാൻ എണീച്ചല്ലോ, റെഡി ആവട്ടെ. വെയിറ്റ് എടാ, കുറെ നാളായിട്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പറ, ഞാൻ നിനക്ക് അയച്ചിരുന്നു. തുറന്നു പോലും നോക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല, നീ ലേറ്റ് ആയിട്ട് എണീക്കുമ്പോ നിനക്കൊന്ന് കുക്ക് ചെയ്ത് തരാൻ പോലും ആരുമില്ല. നീ തന്നെ എണീറ്റെല്ലാം ഉണ്ടാക്കണ്ടേ? അപ്പൊ ഒരു പെണ്ണുണ്ടെങ്കിൽ നിനക്ക് കൂട്ടാവില്ലേടാ അവിടെ? എന്തെങ്കിലും ഉണ്ടാക്കി തരാണെങ്കിൽ ഒരു സർവന്റിനെ വെച്ചാൽ പോരെ, കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ, ഞാൻ പറഞ്ഞു എന്താ നീ കേട്ടിട്ടുള്ളത്? എനിക്ക് നിന്നോട് തറയ്ക്കാൻ നേരില്ല. എനിക്ക് കുറച്ച് പണിയിട്ട് ഞാൻ പോവാം. ബൈ. ഓ വെച്ച് അമ്മ തൊട്ടേനും പിടിച്ചേനും എല്ലാം കല്യാണം എടുത്തിടുന്നുണ്ട്. ഞാൻ എങ്ങനെ തീന്ന് രക്ഷപ്പെടും? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് നവീൻ. എവിടം വരെയായി മീറ്റിംഗ് ഒക്കെ? മീറ്റിംഗ് ഒക്കെ റോഷനി സർ പക്കയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ എങ്ങനെ നടക്കുന്നത് ഞാനും കൂടെ നോക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് ജോഹാന്റെ ഡ്രീം പ്രോജക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇനി മുതൽ നിങ്ങളുടെ ജോഹാൻ വന്നല്ലോ. നിന്റെ പ്രസന്റേഷൻ ഒക്കെ കൊള്ളായിരുന്നു. ഇനിയല്ല ബാക്കി വർക്ക് പോലെ ഇരിക്കും. അതെ, ഞാനും അതാ പറഞ്ഞോണ്ടിരുന്നത്. അപ്പോ ഇന്നത്തെ മീറ്റിംഗ് ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാരും വർക്ക് കണ്ടിന്യൂ ചെയ്തോ. ജൂലി, ദിസ് ഇസ് മൈ വർക്കിംഗ് ടൈം. ഡോണ്ട് ബോദർ ടു കോൾ മീ. ബൈ. എന്താടാ നല്ല ദേഷ്യത്തിലാണല്ലോ? ഓ ഒന്നും പറയണ്ട, ആ ജൂലിനെ കൊണ്ട് വല്ലാത്ത ശല്യായിരിക്കും. എന്നാ എനിക്ക് സാനിയമ്മ പറയുന്ന കല്യാണം കഴിച്ചൂടെ? അപ്പൊ അവളുടെ ശല്യം അങ്ങ് മാറി കിട്ടില്ലേ? നീ എന്തുവാടേ പറയുന്നത്? അവളെ പേടിച്ച് എന്റെ കല്യാണം കൂടെ കഴിക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. എനിക്കതിൽ നോ ഇൻട്രസ്റ്റ്. അപ്പൊ നീ സ്ട്രേറ്റ് അല്ലേ? എനിക്ക് പോടാ പന്നി. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഗേ ആണെന്നല്ല. വെറുതെ തെറ്റിദ്ധരിച്ച്. ഇനി ഇങ്ങനെ കുട്ടം തെറ്റിദ്ധരിക്കാനൊക്കെ വന്നാലുണ്ടല്ലോ, നിന്റെ പല്ലിനെണ്ണം കുറയുകയും ചെയ്യും, എല്ലിനെണ്ണം കൂടുകയും ചെയ്യും. ഹലോ അമ്മ. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇത് ചോദിക്കാനാണ് വിളിച്ചേ? ഇതൊന്നും പതിവില്ലല്ലോ. പതിവില്ല, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താണേലും വേഗം പറ, ഞാനൊരു വർക്കിലാണ്. അത് മോനെ, നിന്റെ കൂടെ അവിടെ ഒരാളെ കൂടെ താമസിപ്പിക്കണം. എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാ. അപ്പൊ അവിടെ അതിന് പരിചയമൊന്നുമില്ല. അപ്പം നിന്റെ വീട്ടിലൊന്ന് താമസിപ്പിക്കോ? നടക്കത്തില്ല അമ്മ, നടക്കത്തില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ എന്റെ അടുത്തോട്ട് വരട്ടെ. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും താമസിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇവിടെ ഉള്ള സത്രം നടത്തുന്നുണ്ടോ? കാണുന്നവർക്കും പോകുന്നവർക്കും താമസിക്കാൻ. എന്തോ മോനെ, ആ കുഞ്ഞിന് അവിടെ പരിചയമില്ലാത്തോണ്ടല്ലേ? ആരും പിടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും? പിടിച്ചോണ്ട് പോയാൽ വേറെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു കൊണ്ടുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുവാണ് നീ കണ്ണി ചോരയില്ലാതെ പെരുമാറുന്നേ? നീക്ക് എന്റെ മൂത്തനാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്താ നീ കേട്ടിട്ടുള്ളത്? എനിക്ക് എന്നോടൊന്നും പറയാൻ വയ്യ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആരായാലും പറഞ്ഞു വിട്. അല്ല എന്നാ വരുന്നേ? എന്റെ രൂപ ശരിയാണെങ്കിൽ ആൾ ഇന്ന് തന്നെ എത്തേണ്ടതായിരുന്നു. ചിലപ്പോ ഇനി നാളെ രാവിലെ എത്തുമായിരിക്കും. ഓഹോ, അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണല്ലോ എന്നെ വിളിച്ച് പറയുന്നേ. എന്തായാലും കൊള്ളാം. നീ എന്റെ പൊന്നുമണല്ലേ, അമ്മ പറഞ്ഞ കേൾക്കാതിരിക്കില്ല നിനക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പോടുകൂടെ അങ്ങോട്ട് വിട്ടത്. ഇനിയിപ്പോ സമ്മതിക്കാതിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. വല്ല പ്രശ്നക്കാരനാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ചോട്ടി പുറത്താക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല, അത് ഓരോ പ്രശ്നത്തിന് വരത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. ശരി ശരി. ഇതാരോ വന്നല്ലോ. ആ ചിലപ്പോ ആ കുട്ടിയായിരിക്കും. ഞാൻ പിന്നെ വിളിക്കാൻ പോണേ. ശരിയാ. നിന്നു? അല്ല, താൻ ആരാന്ന് പറഞ്ഞില്ല? ഓ, നിനക്കെന്നെ അറിയില്ലല്ലേ? ഞാൻ ഏഞ്ചല. മിഞ്ചലയോ? മിഞ്ചലല്ല, ഏഞ്ചല. അല്ല, ഏഞ്ചലൊക്കെ എന്താ ഇവിടെ കാര്യം? അല്ല, തന്റെ അമ്മ വിളിച്ചപ്പോ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു? അമ്മ എന്നോട് പറഞ്ഞൊരു ആ കുട്ടി അത് താനാണോ? അതെ, അതൊന്നും തന്നെയാണ്. ഓ അമ്മേ. തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ കിടന്ന് എല്ലാവരും വിളിക്കാത്ത അമ്മ വിളിച്ചു ചോദിക്കേ. അങ്ങോട്ട് മാറുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോണം.
ഡിഡിഡിഡി, നീ എങ്ങോട്ടെടുത്ത് തള്ളിക്കയറി പോന്നേ? ഓ സമ്മതിക്കൂല. ഞാനേ അകത്ത് കുറച്ച് കപ്പ നടാൻ പോവാ. എന്താ വരുന്നോ? കപ്പേ? എനിക്ക് രണ്ടോ വഴക്കിടാൻ തീരെ താല്പര്യമില്ല. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഓ എന്തൊരു ക്ഷീണം. ഡിഡി, അതെന്റെ മുറിയാ. അങ്ങോട്ട് കേറിയാ നിന്റെ കാലം ഞാൻ വിട്ടു. എനിക്ക് ആറ് മുറിയാലും കുഴപ്പമില്ല. എനിക്കൊന്ന് കുളിച്ചാ മതി. പിന്നെ നീ വെട്ടാകുമ്പോ ഞാൻ നിന്നേരാൻ പോലെ ഒന്ന് പോടാ. എന്റെ ദൈവമേ, ഇത് എന്തിന്റെ കുഞ്ഞാണെന്തോ. ഇതിനെ ഞാൻ ഇനി സഹിക്കണോ? ഹലോ, ഞാൻ എന്തിനെ വിളിച്ചതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതായി. പക്ഷെ മോനെ, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇതാണ് നമ്മുടെ കൂട്ടുകാരുടെ കുഞ്ഞ്. എപ്പോലെ അമ്മയുടെ അനിയത്തി കൂട്ടുകാരിയായത്? അത് അവളാ വരുന്നെന്നറിഞ്ഞ നീ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാ ഞാൻ. ഇല്ല, ചത്താലും ഞാൻ സമ്മതിക്കാൻ പോലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നേ. അവളുടെ സ്വന്തം ബ്രദറും ഈ സ്ഥലത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്. പിന്നെന്താ അവൾ ഇങ്ങോട്ട് വന്നത്? എടാ, ഞാൻ പറഞ്ഞത് അവന്റെ അടുത്തേക്ക് പോവാന്. പക്ഷെ അവള് പറഞ്ഞു അവക്ക് നിന്റെ അടുത്തേക്ക് വന്നാ മതിയെന്ന്. എനിക്കറിയാം, അവക്ക് എന്നെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എടാ പോട്ടടാ, ഒന്നുമില്ലേലും നിന്റെ കുക്കീസിന്റെ മോളല്ലേടാ അവള്. ആ ഒരൊറ്റ കാരണത്തിലും ആ ഒരൊറ്റ മുഖം കാരണമാണ് ഞാൻ പിടിച്ചിട്ട് ഉരയ്ക്കാത്തത്. അതൊക്കെ പോട്ടെ, നീ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിന്നാ മതി. എടാ, അവിടെ അടിയൊന്നും ഉണ്ടാക്കിയേക്കല്ലേ. എനിക്കതിലൊരു ഉറപ്പും പറയാൻ പറ്റില്ല. പിന്നെ എന്നാലും ഞാൻ ശ്രമിക്കാം. അവളായിട്ട് ഇങ്ങോട്ട് വന്ന് എന്റെ ഇന്ന് മേടിച്ചുകൊണ്ടേ പോകുള്ളൂ. അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞോളാം. ശരി ബൈ. ഓ, ഇനി അപ്പൊ ഈ ശാസ്ത്രം കൂടെ ഉണ്ടാക്കണമല്ലോ ഫുഡ്. ഒരു ഫുഡല്ലേ, സാരയില്ല, ഉണ്ടാക്കിയേക്കാം. ഹായ്, എന്തെടുക്കാ? ബുൾസൈ ഉണ്ടാക്കാണോ? അല്ല, ഞാൻ മുട്ട വെച്ച് ഭരതനാട്യം കളിക്കാം. എന്താ, നീയും കൂടെ കൂടുന്നോ? അയ്യേ, ഇയാളെ പെരുമാറ്റം കണ്ടാ ഞാൻ എന്റെ മുട്ട അടിച്ചോണ്ടാ വന്നേന്ന് തോന്നുന്നു. വല്ലതും തിന്നണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് തിന്നെ. നിനക്കുള്ള പണി ഇപ്പൊ തരാടാ. താങ്ക് യു. എടി, ഒരെണ്ണം കൊണ്ടുപോയി. ഒരെണ്ണം എന്റെ ആടി. ഓ, കാലത്ത് രണ്ടും കൊണ്ടുപോയി. ഇനി ഞാൻ എന്തോന്ന് തിന്നാനാ? ഞാനും ഒന്നും വീട്ടിലെടുത്ത് ശീലടി. എന്റെ മുട്ട അത് ഞാൻ തന്നെ സ്വന്തമാക്കും. നിക്കടി അവിടെ. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കടാ. ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, ആ മുട്ട എന്റെ ഈ കയ്യിൽ വെച്ച് തരുന്നോ അതോ? പറയുന്ന കേട്ടാ നീ ഇട്ട മുട്ടയാണെന്ന് തോന്നുമല്ലോ. അല്ലടാ കോഴിക്കുഞ്ഞ്, ഇന്ന് നീ ഇട്ടതാ ഈ മുട്ട. എന്തോടി നീ എന്നെ വിളിച്ചേ? കോഴിക്കുഞ്ഞിന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വിളിയടി. കോഴിക്കുഞ്ഞി, കോഴിക്കുഞ്ഞി, നീ പോടി മുയലും പല്ലി. എന്താ നീ എന്നെ വിളിച്ച്? മുയലും പല്ലിന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിച്ച് നോക്കണം. മുയലും പല്ലി, മുയലും പല്ലി, മുയലും പല്ലി. എന്റെ അമ്മ, നിനക്ക് വേറൊന്നും കിട്ടിയില്ലേടി എടുത്തടിക്കാൻ? നിന്റെ കയ്യിലിരിപ്പിന് ചെലവെടുക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. നീ അത്രക്കായോ? ഇനി നീ എന്റെ അടുത്ത് കളിക്കാൻ വരുമോടി? വരുമോടി? എന്റെ കഴുത്ത് കുത്തി കുത്തിക്കൂടി എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടില്ല. ഭിത്തിയിൽ തച്ച ഒട്ടിക്ക് ഞാന്. നിന്റെ അന്ത്യം അതെന്റെ കൈ കൊണ്ട മൈൻഡ്. പെട്ടെന്ന് തന്നെ കൊല്ലണേ, ചേട്ടൻ വെയിറ്റിംഗാ. അല്ലേ, ഇവിടെ എന്താ പരിപാടി? ഈ ഭ്രാന്ത് സമ്മതിക്കൂല. ഞാനേ ആറന്മുളയില് വള്ളംകളി കാണാൻ പോവാ. വരുന്നോ? വള്ളം കളിയോ തവളച്ചാട്ടോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മര്യാദക്ക് എന്റെ കട്ടിലേന്ന് മാറിക്കിടന്നു. ഇല്ലെങ്കിൽ അതിനെ പിടിച്ചു വലിച്ചു താഴെ ഇടും. ഓഹോ, നീ എന്നെ പിടിക്കോ? എന്നാലേ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചു കാണിക്കേ. ആഹാ, പിടിക്കൊടി. എന്റെ കട്ടിൽ എന്ത് കിടന്നാലും ഞാൻ പിടിക്കും. എന്തോന്ന് കാണണമല്ലോ. എന്റെ അമ്മച്ചി, എന്റെ മണിമാളിക തകർന്നേ. വാടാ, വന്ന് പിടിയോടാ എന്നെ. നിനക്കുള്ളത് ഞാൻ പലിശയും കൂട്ടുപലിശയും തരാടി. ഓ, വേഗം തരണേ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് ട്ടോ. ആഹാ, എന്തൊരു സുഖം. നിനക്ക് ഞാൻ സൂചിപ്പിച്ച് തരാടി പിശാശേ. അങ്ങനെ അവർ അടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഓ, ഉറങ്ങാൻ വിടടി പിശാശേ. എന്റെ കിച്ചൺ ഇറങ്ങി പോടി. എന്റെ കിച്ചണിൽ നിന്ന് സൗകര്യമില്ല. ഇറങ്ങാനാ പറഞ്ഞത്. ഇല്ലെന്നാ പറഞ്ഞത്. എടി, നിന്നെ ഞാൻ.
ആയാലോ? ഹലോ ഇച്ചായ. എന്റെ പൊന്നു മിന്നൂസേ, നീ അവിടെ എന്തോ അടി കാണിച്ചു കൂട്ടുന്നേ? അതൊക്കെ ജസ്റ്റ് തമാശക്ക് ചെയ്യണത് ഇച്ചായ. അത് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നീ തീരുമാനിച്ചാൽ മതി അവൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അവന് ശരിക്കും ഇറിറ്റേഷൻ ആടിയത്. ഇച്ചാൻ അറിയാലോ ഞാൻ എന്തിനാ കിച്ചേട്ടനെ ഇങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന്. എനിക്ക് ആളും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാ. ഇങ്ങനെയാണോ മിന്നൂസേ നിന്റെ സ്നേഹം അവനോട് പ്രകടിപ്പിക്കണ്ടേ? അവൻ കമ്പനിയിൽ നിന്ന് എത്രത്തോളം സ്ട്രെസ് എടുത്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നറിയോ? അവൻ വീട്ടിലേക്ക് വന്നൊന്ന് സമാധാനത്തോടെ ഇരിക്കാന്ന് വെക്കുമ്പോൾ നിന്റെ വക ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്താ ചെയ്യുക? ഇങ്ങനെ ഇടയ്ക്ക് വഴക്കെങ്കിലും ഇട്ടാലേ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി വീട്ടിലുണ്ടെന്ന് കിച്ചേട്ടന് ഓർക്കത്തുള്ളൂ. പണ്ടൊരു തെറ്റിന്റെ പേരിലാണല്ലോ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. ശരിക്കും ഇച്ചാൻ അറിയാലോ അത് ഞാനല്ല ചെയ്തത്, അത് ക്യാറ്റിനാണ് ചെയ്തത്. പിന്നെ അവളുടെയായിട്ടൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് അത് ഞാനാ ചെയ്തതെന്ന് ഏറ്റത്. അങ്ങനെ ചെയ്യേണ്ട പ്രായം അല്ലല്ലോ എനിക്കത്. നീ എന്തിനാ മിന്നൂസേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇപ്പോൾ തലയിടാൻ പോയത്? ഇപ്പൊ നിങ്ങൾ തമ്മിലല്ലേ ഉടക്ക്. അന്ന് ആ പ്രശ്നം ക്യാറ്റ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു ചേട്ടനും അനിയത്തിയും കൂടെ തീർത്തേനാ വിഷയം. ഇതിപ്പോ നീ ആരുടെ തല കയറ്റി വെച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ഇനി അനുഭവിച്ചോ, അല്ലാതെ ഞാനെന്ത് പറയാനാ? ഇച്ചായ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. നാളെ ഞാൻ നാട്ടിൽ പോകാൻ ടിക്കറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സ്നേഹം അവനോട് പറയും. ഇപ്പോഴെങ്കിലും ഒരു പുന്നാര പെങ്ങൾക്ക് ഇച്ചിരി വെളിവ് വന്നല്ലോ. അതാദ്യം ചെയ്യാൻ നോക്ക്, എന്നിട്ട് എന്നെ വിളിക്കേ. വന്നോ? ഞാൻ നോക്കിയിരിക്കായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എനിക്കൊന്നും സംസാരിക്കാനല്ല, ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് അപ്പുറത്ത് പോകാവോ? ഞാൻ എപ്പോഴത്തെയും പോലെ അങ്ങനെ വഴക്കി. എന്തിനൊക്കെ ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? എന്താ പറ്റിയേ? എന്താ നീ എന്നെ വിളിച്ച കിച്ചു കേട്ടാണോ? അപ്പന്റെ പൊന്നുമോളൊന്നും മറന്നിട്ടില്ലല്ലേ? ഞാൻ കരുതിയെല്ലാം മറന്നു കാണുമെന്ന്. അങ്ങനെ മറക്കാൻ പറ്റുമോ ചേട്ടാ? ഇനി എങ്ങനെ നിന്റെ ഡ്രാമ ഒന്ന് നിർത്താവോ? നിന്റെ ഓരോന്നൊക്കെ കണ്ടു മടുത്തിട്ടോ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പൊ ശല്യത്തിൽ ഇവിടെ വന്നിരിക്കുക. അങ്ങനെയൊന്നും പറയല്ലേ. സങ്കടാവുന്നുണ്ട് കേട്ടോ. നിന്നോട് സങ്കടാവുന്നുണ്ടോ? നിർത്തിക്കും നിന്റെ അഭിനയം. ആരെ കാണിക്കാനേ അഭിനയിക്കുന്ന? ഞാൻ അവിടുന്ന് വന്നപ്പോഴും നിന്റെ ഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് തന്നെയാ വന്നത്. ഇതന്നെയാടി എനിക്കും പറയാനുള്ളത്. നീ എപ്പോഴെങ്കിലും എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ വന്നത് മുതൽ എനിക്ക് പ്രശ്നങ്ങൾ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, അറിയാവോ? നീ എന്താ ചെയ്തെന്നോ? നീ എന്താ ചെയ്യാത്ത? എല്ലാ ദിവസവും കമ്പനിയിൽ നിന്ന് വന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുമ്പോ ശല്യം ഇട്ടങ്ങ് നശിപ്പിക്കുക മനുഷ്യന്റെ മൈൻഡെല്ലാം കൂടെ. നീ കാരണം വൈകുന്നേരങ്ങളിൽ എനിക്ക് എന്റെ പ്രൊജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. എനിക്ക് ഉറക്കമില്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ കാത്തിരുന്നിട്ട് ഡ്രീം പ്രൊജക്ട് RJ കമ്പനിയുടെ എനിക്ക് നഷ്ടമായി. നീ ഇനി ഒന്നും ചെയ്യണ്ട, എന്റെ മുന്നിൽ നിന്ന് പൊയ്ത്തരാവോ? നിന്നെ കാണുമ്പോ എന്റെ കൈ തരിച്ചു വരാ. ഇനി ഇവിടുന്ന് ഞാൻ വല്ല ചെയ്തു പോകും. എന്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്ക്. ഞാൻ ഇന്ന് വല്ല തെറ്റാ ചെയ്ത് ജയം വന്നത് കറക്കി കാരണം. എന്താ വിളിച്ചേ? മിനുട്ടി, എന്താ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായോ? ഇല്ല ചായ, ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു ഉപകാരം ചെയ്യോ? എനിക്ക് RJ കമ്പനിയുടെ നമ്പർ ഒന്ന് തരുമോ? അസിയോടെ. നിനക്കെന്തിനാ അയാളുടെ നമ്പർ? എന്തായാലും ചോദിച്ചല്ലേ, ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തേക്കാം. താങ്ക് യു ചായ. എനിക്കൊന്ന് പെട്ടെന്ന് അയക്കോ? എനിക്ക് കുറച്ച് തുണികൾ മടക്കാനുണ്ട്, നാളെ പോകണ്ടല്ലേ എനിക്ക്. ശരി എന്നാ. ഹലോ, രാഘവ സാറല്ലേ? സർ, ഞാൻ ഏഞ്ചലാ, ഡോക്ടർ ഏഞ്ചലാ. അന്ന് ഒരിക്കൽ നമ്മൾ അതന്നെ സർ, നാളെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് സാറിനെ മീറ്റ് ചെയ്യണം. ഞാൻ ലണ്ടനിൽ തന്നെ ഉള്ളത്. ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു സർ. നാളെ ഞാൻ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് എന്നെ പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ഡോക്ടർ എത്തിയോ? എത്തി സാർ. സാർ എത്തിയിട്ട് കുറെ നേരമായോ? ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരുന്ന് 2 കോഫി ഓർഡർ ചെയ്തതേ ഉള്ളൂ. പേടിക്കൊന്നും വേണ്ട.
അല്ല, എന്താ പെട്ടെന്ന് ഡോക്ടറിനെ എന്നെ കാണണമെന്ന് പറയാൻ കാര്യം? ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. അന്ന് താങ്കൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നോട് പറയണമെന്ന്. അന്ന് എനിക്ക് ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉണ്ട്. എന്ത് വേണേലും ഡോക്ടർ ചോദിച്ചു, അതിനുള്ള റൈറ്റ്സ് ഡോക്ടർക്കുണ്ട്. കാരണം ഡോക്ടർ ഞങ്ങളുടെ എല്ലാവരുടെയും ദൈവമാണ്. വണ്ടി ഇടിച്ച് റോഡിൽ മരിക്കാറായി കിടന്ന എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ട്രീറ്റ് ചെയ്തതും ഞങ്ങളുടെ കുഞ്ഞിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം ഡോക്ടറാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഡോക്ടർ ഞാനത് തരും. എനിക്ക് വേറൊന്നും വേണ്ട. വിൻഡാൻ കിങ് കമ്പനിയുടെ പ്രൊജക്റ്റ് വേണ്ടാന്ന് വെക്കരുത്. ആ പ്രൊജക്റ്റോ? അല്ല, അവരും ഡോക്ടറും തമ്മിൽ എന്താ ബന്ധം? അത് റോഷനിന്റെ ബ്രദറാണ്. പിന്നെ ജുവാൻ അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. അപ്പോ ഒന്ന് ഞാൻ ചോദിച്ച തെറ്റാണെങ്കിൽ വേണ്ട കേട്ടോ. ഏയ്, എന്ത് തെറ്റ്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവനോളം വരില്ലല്ലോ മറ്റൊന്നും. എന്തായാലും ഡോക്ടറിനോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കാര്യമല്ലേ, ഡോക്ടർ ധൈര്യമായിട്ട് പൊക്കോളൂ. അതിൻ്റെ കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു സോ മച്ച് സർ. ഞാനെന്നാ ഇറങ്ങട്ടെ. ആ മിന്നൂസേ, നീ എന്താ ഇവിടെ? ഞാൻ ഏട്ടനോട് യാത്ര പറയാൻ വന്ന, നാട്ടിൽ പോവല്ലേ. മോളെ, നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഈ ചേട്ടൻ്റെ മുഖത്തേക്ക് കള്ളം മാത്രം പറയരുത്. ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാ. അതിനുള്ള പ്രായച്ചിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം ആർക്കും നഷ്ടപ്പെടില്ല. എടാ റോഷ, അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇറങ്ങട്ടെ, ഇനി അരമണിക്കൂർ കൂടെ ഉള്ളൂ. ശരി എന്നാ. ആ മോളെ, നീ ചെല്ലേ. അല്ല എടാ, അവളെവിടെ പോവാ ഈ ബാഗൊക്കെ ആയിട്ട്? അവളെ തിരിച്ച് നാട്ടിൽ പോവാ. അവൾ ജസ്റ്റ് 2-3 ദിവസം നിൽക്കാൻ വേണ്ടി വന്നല്ലേ, അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോന്നു. അല്ല, നീ എന്താ പറയാൻ വന്നേ? ആർജ ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റ് കിട്ടിയെന്ന് പറയാൻ വേണ്ടി വന്നാണോ? ആ അതെ, അത് പറയാൻ വന്ന. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അവരെന്നെ മാത്രം ഇൻഫോം ചെയ്തോളല്ലോ. നീ എന്താ വിചാരിച്ചേ? ഒരു മാനസാന്തരപ്പെട്ട് പിന്നെ കൊണ്ടു തന്നാണെന്നോ? ഒരിക്കലും അല്ല. അത് മിന്നു ഇടപെട്ട് എല്ലാം റെഡിയാക്കി തിരിച്ചു കൊണ്ടുവന്നതാ. മിന്നു? അതെങ്ങനെ? ഇതറിഞ്ഞ സ്ഥിതിക്ക് നീ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ മിന്നു നിന്നെ കുറേ നേരം കാത്തിരുന്നു. സാധാരണത്തെ പോലെ അടിയിടാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല, സ്പെഷ്യലായിട്ടൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതായത് അവളുടെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മിന്നുവിനെ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നോ? ജീവനായിരുന്നു. അവൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിന്റെ അടുക്കെ ഇങ്ങനെ അടികൂടാനായിട്ടൊക്കെ വന്നത്. അവളുടെ അടുത്തുനിന്ന് നിന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ അവളെ എന്തെല്ലാം പറഞ്ഞു എന്നറിയോ നിനക്ക്? എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് പറഞ്ഞാലും കൺവിൻസ് ചെയ്യാൻ നോക്ക്. എടാ, എനിക്കവളെ നഷ്ടപ്പെടുത്തണ്ട. എനിക്ക് പഴയ പോലെ എൻ്റെ മിന്നിമോളായിട്ട് എനിക്ക് വേണം. അതുകൊണ്ട് നീ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്ക്. ഒരു ടിക്കറ്റല്ല, 2 ടിക്കറ്റ്. ഞാനും വരുന്നുണ്ട്. ഇവിടെ എല്ലാം എൻ്റെ PA ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ശരി, ഞാൻ എന്നാൽ പോയി എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് വേഗം വരാം. എനിക്കറിയാം ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. അതിൻ്റെ പ്രായച്ചിത്തം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാ ഇപ്പം ഇങ്ങനൊരു കത്ത്. ചിലപ്പോൾ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി ഒരിക്കലും അവിടേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നീട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ ഉടക്കാവാനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അന്ന് യോഗി പപ്പായുടെ ബർത്ത്ഡേക്ക് ഏട്ടൻ ആദ്യമായിട്ടൊരു പടം വരച്ചു, യോഗി പപ്പായുടെ. അത് ഞാൻ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ എന്നോടിങ്ങനെ വഴക്കുണ്ടാക്കി. ശരിയാ, ഞാനാ കാരണം, ഞാനാ പറഞ്ഞേ, ഞാനാ കീറിയത്. ശരിക്കും ഞാനല്ല അത് കീറിയ, അത് ക്യാറ്റിയായിരുന്നു കീറിയത്. അവളെന്ന് കുഞ്ഞല്ലേ, അവളെ ഒന്നും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറ്റം ഞാൻ ഏറ്റെടുത്തത്. ഇതിൻ്റെ പേര് എന്നെ വെറുക്കരുത്. ഇതറിഞ്ഞെൻ്റെ പേര് ക്യാറ്റി ഒന്നും പറയുകയും ചെയ്യരുത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഗുഡ് ബൈ. I'm sorry, Minu, please. I'm sorry. ഇതൊക്കെയാണ് സനീച്ചി നടന്നത്.
അത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല. അവൻ അന്നും വെളിവില്ല ഇന്നും വെളിവില്ല. അതാരേച്ചി ഈ സമയത്ത്? ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ ഇരിക്കുന്നേ, പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? ഹായ് കുക്കിമാൻ സാനിമ. അയ്യോ എന്റെ മക്കള്. മോനൂട്ടാ നിനക്ക് സുഖാണോടാ? സുഖമ്മ. അമ്മയുടെ ചക്കരയ്ക്ക് സുഖാണോ? സുഖാണല്ലോ എന്റെ കുക്കീസേ. ഐ മിസ് യു സാനിമ. കൂടാ മോനെ. നിങ്ങൾ തന്നെ കുഴഞ്ഞു വന്നേലെ, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്ക. അപ്പോഴത്തേക്ക് അമ്മ കഴിക്കാനും കുടിക്കാനും ഒക്കെ എടുത്തിട്ട് വരാം. അമ്മ മിന്നു മോളെന്തിയേ? അവളകത്തുണ്ട്, കണ്ടിട്ടോ? മിന്നൂസേ. കിച്ചേട്ടാ കരയല്ലേ പെണ്ണേ. എന്നോട് ക്ഷമിച്ചേട്ടാ, ഞാനൊരു ശല്യം ചെയ്യില്ല. അയ്യേ എന്റെ പെണ്ണല്ലേ, ഇങ്ങനെ കരയാണ്ടിരിക്കേ ചേച്ചി. I really love you എന്റെ പെണ്ണെ. ആ അപ്പമാരെ ഞങ്ങളൊക്കെ അറിയോ നിനക്ക്? അതെ, ഇവന്മാര് വിളിക്കുവാണേലും അമ്മമാരെയല്ലേ വിളിക്കൂ. നമ്മളൊക്കെ പുറമ്പോക്ക്. അങ്ങനെ പറയല്ലേ അപ്പമാരെ. നിങ്ങൾ 24 മണിക്കൂറും കമ്പനി പോയിരിക്കുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റാത്ത. അല്ലെങ്കിൽ എന്നെ പൊന്നുമനങ്ങ് മലത്തിയനെ. ഇവിടെ നമ്മളൊന്നും ആരും കണ്ണിപ്പെടൂലല്ലോ. ആര് പറഞ്ഞു കണ്ണിപ്പെടുന്നില്ലാന്ന്? ഞങ്ങളുടെ ജീനഗ്രാമി ഉണ്ടല്ലോ, എല്ലാരെക്കാട്ടിലും നല്ല യങ്ങായിട്ടുണ്ട് കാണാൻ. സൗണ്ട് പോലും മാറ്റില്ല. അതെ, നമ്മുടെ ഗ്രാമി വേൾഡ് വൈഡ് ബ്യൂട്ടി അല്ലേ? മതിയടാ പ്രയത്നിച്ചത്. എന്റെ ഗ്രാമി കുപ്പിയിൽ വീണിട്ടുണ്ട്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, മിന്നുമോള് നീ അവിടെ വെച്ച് കണ്ട് സംസാരിച്ചിട്ടൊക്കെയല്ല വന്നേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യം അവളെ കാണാൻ കൂടി. ഞങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ എന്താ എന്റെ ഗുട്ടൻസ്? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾ കുഞ്ഞിലെ പറഞ്ഞുറപ്പിച്ച കാര്യല്ലേ, ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അപ്പൊ ആർക്കും കുഴപ്പമില്ലേ? ഇല്ല, നീ ധൈര്യമായിട്ട് കെട്ടിക്കാൻ മോനെ. എന്നാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനി എന്താണാവോ? അതില്ലേ എനിക്ക് ക്യാറ്റ് കെട്ടിച്ചേരോ? അതിന് അവർക്ക് ഇഷ്ടമാണ് മോനെ, എനിക്കിഷ്ടമ്മ. അപ്പൊ എല്ലാവർക്കും ആയ സ്ഥിതിക്ക് നമുക്കെന്നാ വൈൻഡപ്പ് ആക്കുമല്ലേ? പിന്നല്ല.